ഈ സൈഡിലും കുഴിയാണ്. ഇത് കണ്ട, ഈ താഴ്ഭാഗത്ത് നോക്ക് എന്തൊരു ഭംഗിയാ നോക്ക്. അടിപൊളി സ്ഥലം. എൻ്റെ പൊന്നു, ഒരു രക്ഷയില്ല കേട്ടോ. തോടെ പക്കടോ, നീച്ച ജായക മുഷ്കിലേ. ജാ ആ ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. നമ്മൾ വന്നിരിക്കുന്നത് അടിപൊളി ഒരു സ്ഥലത്താണ്. നല്ല സെറ്റപ്പ് ഒരു സ്ഥലമാണ്. പിന്നെ ഇതും വയനാട്ടിൽ അമ്പലവയൽ തന്നെയാണ് കേട്ടോ. നമ്മൾ ഇതിന് മുമ്പ് ഇതിൻ്റെ താഴ്ഭാഗത്തൊക്കെ ഞാനും ആശാനും ക്യാമ്പ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മേളിലോട്ട് ഇങ്ങനെ അങ്ങ് കയറിയിട്ടില്ല. പക്ഷെ ഭയങ്കര വ്യൂ കേട്ടോ, ഒരു രക്ഷയില്ല. അടിപൊളി സ്ഥലം. ഈ ഞാനിരിക്കുന്ന ഈ സൈഡിൽ വലിയൊരു കുഴി, ആ സൈഡിലും വലിയൊരു കുഴി കേട്ടോ. എന്തായാലും അടിപൊളി കാഴ്ചയാണ്. ഒരുപാട് പേര് ഇവിടെ ഉണ്ട്. നമുക്ക് ടെൻറ്റ് ചെയ്യാനൊന്നും ഇവിടെ പറ്റില്ല. എന്താ കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിൽ അങ്ങനത്തെ ഒരു പാറ ആയതുകൊണ്ട് ടെൻറ്റ് വെക്കാനൊന്നും പറ്റില്ല. അപ്പോൾ നമ്മൾ ഇറങ്ങി വന്നാൽ അവിടെ തന്നെ പോയി ടെൻറ്റ് അടിക്കണം. അപ്പോൾ നമ്മളെന്തായാലും ഈ സൺറൈസൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് കയറിയതാണ്. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. അടിപൊളി കാഴ്ച കേട്ടോ ഇവിടുന്ന് താഴോട്ട് നോക്ക്. ഈ താഴ്ഭാഗത്ത് നോക്ക് എന്തൊരു ഭംഗിയാ നോക്ക്. അടിപൊളി സ്ഥലം. എൻ്റെ പൊന്നു, ഒരു രക്ഷയില്ല കേട്ടോ. ഇത് കണ്ടോ നമ്മൾ നിൽക്കുന്ന സ്ഥലം കണ്ടോ, ഭയങ്കര കുഴിയാണ്. അവിടെ നിൽക്കാൻ തന്നെ പേടി. അവിടെ നോക്ക്, വമ്പം കുഴിയാണ് താഴെ കേട്ടോ. ഈ സൈഡിലും കുഴിയാണ്. ഇത് കണ്ടോ,
അടിപൊളി വ്യൂ കേട്ടോ, ഒരു രക്ഷയില്ല. നമ്മൾ വന്നാൽ എന്തായാലും അടിപൊളി സ്ഥലത്താണ്. ഇതൊക്കെ സെറ്റപ്പ് സ്ഥലം കേട്ടോ. ആ താഴ്ഭാഗത്തൊക്കെ പിള്ളേർ വന്ന് നിൽപ്പുണ്ട് കേട്ടോ, സൺറൈസ് കാണാൻ വേണ്ടിയിട്ട്. ഭയങ്കര ഒരു കാഴ്ച തന്നെ കേട്ടോ. പിന്നെ ഇവിടെ ആൾക്കാരൊക്കെ ദേ വീഡിയോ ഒക്കെ ഓണാക്കി വെച്ചിരിക്കുക കേട്ടോ. ഇവിടെ പിള്ളേർ വന്നിരിക്കുന്നത് പോസ് ചെയ്യുന്നുണ്ട്, ഒരുപാട് പേരുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സണ്ണ് താന്ന് തീരാറായിട്ടാ. അപ്പോൾ ഇനി നമുക്ക് നേരെ താഴെ തന്നെ ഇറങ്ങണം. താഴെ ഇറങ്ങിയിട്ട് നമുക്ക് ടെൻറ്റ് വെക്കാനുള്ള സ്ഥലം കണ്ടുപിടിക്കണം, പിന്നെ കുറച്ച് വിറകെടുക്കണം, എന്നിട്ട് കുറച്ച് പരിപാടികളുണ്ട്. എന്തായാലും താഴെ ഇറങ്ങാം അല്ലേ. ഇനിയിപ്പോൾ ഇവിടെ നിന്നിട്ട് കാര്യമില്ല, അതേ സണ്ണൊക്കെ പോയി. നോക്ക് ഉണ്ടാ, ആളുകൾ കുറേ ഉണ്ട് കേട്ടോ അവിടെ ഇവിടെയൊക്കെ. നമുക്കെന്തായാലും താഴെ ഇറങ്ങാം അല്ലേ. ഇറങ്ങിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ സെറ്റാക്കാം. नीचे थोड़ा पकड़ेगा, थोड़ा पकड़ो, नीचे जाएगा मुश्किल है। जाओ जाओ। पकड़ना है, मेरे बैग थोड़ा पकड़ेगा। थोड़ा मुश्किल है इधर है। मुश्किल है, बहुत मुश्किल है। हाँ बहुत मुश्किल है, लेकिन बहुत अच्छा जगह है देखने का। अच्छा है। हाँ अच्छा है, इधर बहुत अच्छी जगह है देखने का। चलो इधर नीचे तुम जाओ, आम देख। बैग इट कारण वेरी रिस्क है, इधर मुश्किल एरिया है। मुश्किल एरिया है, मुश्किल एरिया है बहुत। खतरा जगह है भाई। मैं इधर है कैंपिंग इधर है, इधर जाने वाला है। इधर टेंट करेगा, बाद में इधर सोएगा, कुकिंग करेगा। ठीक है, हम जाएगा। क्या नाम है? मुकलेश। ये आदमी मुकलेश। तुम्हारा नाम? रोहन। ये रोहन, तुम? रमजान। ये वाला? कबीर। इधर आया घूमने के लिए, इधर घूमने आया। बहुत अच्छा जगह है, बहुत ब्यूटीफुल है। शेयर करो। अच्छा है, बहुत अच्छा है। तुम्हारा वीडियो देश किधर है? तुम्हारा कलकत्ता से और भी जाना पड़ेगा 6 किलोमीटर। ओके। मुर्शिदाबाद। अब मेरा वीडियो नाम पड़िकारन। हमको मालूम है। वीडियो देखते हैं। ओके। तुम्हारा लगता है। मैं आज इधर है। आज संडे है ना, इसलिए इधर आ गया घूमने। संडे मेरे साथ जाओ एक दिन। अगले संडे तुम्हारा घोड़ा ले आओ। घोड़ा घर में बारिश है अभी। अभी तो बारिश नहीं है, अभी बारिश जाने वाला हो गया। दूसरा संडे मेरे साथ पूरा आदमी चिकन कुक करेगा, खाएगा, सोएगा। इधर नहीं, दूसरा जगह, दूसरा एरिया में जाएगा। इधर तुम बोलो, मुश्किल नहीं, मैं आएगा। अच्छा जगह है ना। हाँ मुश्किल नहीं, ओके जाएगा। उधर नहीं जाते थे, उधर जाएगा, ज्यादा दूर है, मुश्किल है, पहाड़ी ज्यादा है। अब ओके, उधर जाएगा। क्या बोलते हैं? चिंगरिया, आयरन गोली अंदर में थोड़ा नीचे। मुश्किल नहीं, जाएगा एक दिन जाएगा। अब ओकेड़ा, ओके ശരിട്ടാ। ठीक है। അപ്പോൾ എല്ലാവരും ഏകദേശം പോയിട്ടോ. പിന്നെ അഞ്ച് പിള്ളേരെ അതിൽ ഒരാൾ നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്ന ആളാന്ന് പറഞ്ഞു. നമ്മുടെ സൽമയുടെ വീഡിയോ ഒക്കെ കാണാറുണ്ട് എന്നൊക്കെ പറഞ്ഞു. എന്താ വെച്ചാൽ നമ്മൾ സൽമനെ ഈ ടൗണിൽ കൂടെയൊക്കെ കൊണ്ടുപോകുമ്പോഴേ, ഇപ്പോഴല്ല ആദ്യം. അപ്പോൾ എന്നാലും നമ്മൾ സമയം ഏകദേശം ഇരുട്ടി വരികയാണ്. നമുക്ക് കുറച്ച് വിറക് ആദ്യം ശേഖരിക്കണം, അല്ലെങ്കിൽ രാത്രി ആകെ പണിയാവും. എന്തായാലും കുറച്ച് വിറക് എടുത്തിട്ട് വരാം കേട്ടോ. ഇത് ഇവിടെ ഇരിക്കട്ടെ, എന്നിട്ട് ടെൻറ്റൊക്കെ സെറ്റാക്കാം. ടെൻറ്റ് ഇവിടെ തന്നെ സെറ്റാക്കണത് കേട്ടോ. താഴെ ഒരു കുഴിയാണ്, ഞാൻ കാണിക്കാം.
അപ്പുറത്തൊക്കെ ആൾക്കാരുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചു എല്ലാവരും പോയിന്ന്. എന്തായാലും നമുക്ക് വിറക് ആവശ്യത്തിന് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ കാര്യത്തിൽ തീരുമാനമായി. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ടെൻറ്റ് നിർത്തി സാധനങ്ങളൊക്കെ റെഡിയാക്കി സെറ്റാക്കാം അല്ലേ. എൻ്റെ അമ്മോ, താഴെ വലിയൊരു കുഴി കേട്ടോ. നമ്മൾ ഈ സൈഡിലാണ് വെക്കുന്നത്. കാറ്റ് നല്ല പിടിക്കും ഇങ്ങോട്ട്. എന്തായാലും നോക്കാമല്ലേ. അപ്പോൾ എന്തായാലും നമ്മുടെ ടെൻറ്റ് സെറ്റാക്കി. ഇനി നമ്മളെ വേഗം ഈ സാധനങ്ങളൊക്കെ എടുത്ത് അകത്ത് കയറ്റി വെച്ച് ആദ്യം ഈ കോട്ടൺ കഴിച്ചിടല്ലേ. ഭയങ്കര ചൂട്. പക്ഷെ ഇനി കുറച്ച് കഴിയുമ്പോൾ നല്ല തണുപ്പ് ആവും കേട്ടോ. മഞ്ഞ് നല്ലോണം ഉണ്ടാവും. നമ്മൾ ലൈറ്റ് വെക്കുന്ന സ്റ്റാൻഡ് മറന്നുപോയി. ശേ, ആളുകളൊന്നും പോയിട്ടില്ല. ആളുകളൊക്കെ ഇഷ്ടംപോലെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ. നമുക്കതൊന്നും നോക്കണ്ട. നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്കാദ്യം അടുപ്പ് കൂട്ടിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ സെറ്റാക്കാം അല്ലേ. ഇനി പെട്ടെന്ന് അങ്ങ് ഇരുട്ടാവും. നല്ല കാറ്റും വരും. പൊളിയായിരിക്കും ഇവിടെ കേട്ടോ. എന്നുവെച്ചാൽ നല്ല തണുപ്പും നല്ല മഞ്ഞുമായിരിക്കും. എന്തായാലും നോക്കാം. നമുക്ക് ആദ്യം അടുപ്പ് റെഡിയാക്കാം അല്ലേ. അപ്പോൾ നമ്മൾ അടുപ്പ് ഏകദേശം സെറ്റായി. ഇനി ഇതിനകത്ത് നമ്മൾ കുറച്ച് കരി നമ്മൾ കൊണ്ടുവന്നുണ്ട്. നമ്മുടെ പഴയ കരി. പിന്നെ അത് കുറച്ചേ ഉള്ളൂ കേട്ടോ. അത് കളയണ്ടല്ലോ എന്ന് ഓർത്തിട്ട് കുറേ ദിവസമായി നമ്മൾ അന്ന് പണ്ട് ഉപയോഗിച്ചതിൻ്റെ ബാക്കിയാണ്. അപ്പോൾ അത് ആദ്യം ഇട്ടിട്ട് പിന്നെ നമ്മൾ ആ വിറകൊക്കെ ഇട്ടിട്ട് ഒന്ന് കത്തിച്ചിട്ട് ഒന്ന് കനലാക്കി എടുക്കാം അല്ലേ. അങ്ങനെ ചെയ്യാം. ആദ്യം കുറച്ച് കരി ഇടത്തേ. കരി നമ്മൾ ഉദ്ദേശിച്ച അത്രയൊന്നുമില്ല, കുറച്ചേ ഉള്ളൂ. കുഴപ്പമില്ല. നമുക്ക് ഒരു കുറച്ച് വിറക് കത്തിച്ച് കരി ആക്കിയിട്ട് ചെയ്യാം അല്ലേ. അല്ലാണ്ട് എന്താ ചെയ്യുക. വിറക് ആദ്യം ഇതൊക്കെ ഒന്ന് ഇതാക്കിയിട്ട് വലിയ വിറകുണ്ട്, അത് പൊട്ടിച്ച് കരിയാക്കാം. ആദ്യം ഒന്ന് തീ പിടിപ്പിക്കാം അല്ലേ. നമ്മൾ വിറക് ചിലതിന് ഒരു നനവുണ്ട്. ഇന്നലത്തെ മഴ കുഴപ്പമുണ്ടാവില്ല, കത്തൂലേ. എന്തായാലും നമ്മുടെ ചിക്കനൊക്കെ എടുത്തൊന്ന് കഴുകി മസാലയൊക്കെ തേച്ച് സെറ്റാക്കാം അല്ലേ. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ കഴുകി സെറ്റാക്കി ഇപ്പോഴേ വെച്ചാൽ അപ്പോഴത്തേക്ക് കനലാവും ചെയ്യും. നമുക്ക് ചുട്ട്
സെറ്റപ്പാക്കി അടിക്കാം. നമ്മൾ കുറച്ച് ഉപ്പുപൊടി, കുറച്ച് വെളിച്ചെണ്ണയും ഒരു ചെറുനാരങ്ങയും കൂടി പിഴിഞ്ഞാൽ നമ്മുടെ മസാല റെഡി. അപ്പോൾ എന്തായാലും നമ്മുടെ മസാലയൊക്കെ നല്ല സെറ്റായി. ഇനി ഇവിടെ തന്നെ ഇരിക്കട്ടെ അല്ലേ. ഇനി നമ്മുടെ കനലൊക്കെ ഒന്ന് സെറ്റാക്കി റെഡിയാക്കിയാൽ അപ്പോഴത്തേക്ക് മസാലയും പിടിക്കും, സംഭവം റെഡിയാക്കാം. ഈ സാധനം ഓർമ്മയുണ്ടല്ലോ അല്ലേ, നമ്മൾ പണ്ട് ഊതി ഊതി പരിപ്പിളകിയപ്പോൾ ഊതുന്നതിന് പകരം ബലൂണിന് കാറ്റടിക്കുന്ന സാധനം കൊണ്ടുവന്ന. ഇപ്പോൾ നമ്മുടെ കനൽ റെഡിയായി. ഇനി നമുക്ക് ബാക്കിയുള്ള സംഭവം സെറ്റാക്കാം അല്ലേ. നമ്മളെന്തായാലും ഈ ഒരു പേപ്പർ വെച്ചേക്കാം കേട്ടോ. എന്താ വെച്ചാൽ അത് ഇനി തീയായിട്ട് കരിഞ്ഞു പോകണൊരു പ്രശ്നം വരണ്ട. അപ്പോൾ നമ്മൾ എന്തായാലും ഈ പേപ്പർ കൂടെ വെക്കുകയാണ്. എന്നിട്ട് നമ്മുടെ ചിക്കൻ എടുത്ത് വെക്കാൻ പോവാം. അപ്പോൾ നമ്മുടെ ചിക്കൻ സെറ്റായി. ഇനി കുറച്ച് തീ കൂടുതൽ വന്നാലും പേടിക്കാനില്ല. അയ്യോ, നമ്മുടെ സ്റ്റൂള്
പിന്നെ നമ്മുടെ അരവിന്ദേട്ടൻ നമുക്ക് നമ്മുടെ വീഡിയോയിലൊക്കെ കമൻറ്റ് ചെയ്യുന്ന നമ്മൾ പണ്ട് മുതലേ ഉള്ളൊരു നമ്മുടെ സബ്സ്ക്രൈബറാണ്, നമ്മളെ സുഹൃത്താണ്. അരവിന്ദേട്ടൻ ഇങ്ങനെ ഒരു സംശയം ചോദിച്ചിരുന്നു ഈ കഴിഞ്ഞ വീഡിയോയിൽ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ എടുക്കുന്നത് ക്യാമറ അങ്ങ് ഇരിക്കുകയാണല്ലോ, ഇത്രയും ലോങ്ങിലാണ് ആദ്യം ഇപ്പോൾ ക്യാമറ വെച്ചിരിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് അടുത്ത ഷോട്ട് അടുത്തുനിന്ന് കാണിക്കുന്നത്? പിന്നെ അങ്ങനെ ഒരു സംശയം ചോദിച്ചിരുന്നു. അത് പലർക്കും ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കാം. ഞാൻ ഒറ്റയ്ക്ക് വരുമ്പോൾ എങ്ങനെയാണ് അത് ഷൂട്ട് ചെയ്യണമെന്നുള്ളത് ഒരു സംശയം ഉണ്ടാവും. ഇപ്പോൾ ഞാൻ ലോങ്ങിലല്ലേ, ഞാൻ ഇനി ഇങ്ങനെ എഴുന്നേറ്റ് പോവും. എഴുന്നേറ്റ് ഇങ്ങനെ വന്ന് ഇങ്ങനെ വരും. ഇങ്ങനെ വന്നിട്ട് ക്യാമറ അങ്ങ് ഓഫാക്കും. ഇപ്പോൾ ഞാൻ അത് അവിടെ തന്നെ ക്യാമറ വെച്ചിട്ട് കുറച്ച് സൂം ചെയ്തു, അതായത് കുറച്ച് ശകലം സൂം ചെയ്തു. അതായത് ഞാൻ അവിടുന്ന് നോക്കും നമ്മുടെ ടെൻറ്റും ഞാനിരിക്കുന്ന ഭാഗവും ഒക്കെ കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് ആ ഒരു പൊസിഷനിൽ വെച്ചിട്ട് ഞാനിപ്പോൾ ഇവിടെ വന്നിരുന്നു. അത് നമ്മൾ കാണിക്കുമ്പോൾ ഇങ്ങനെ ആദ്യം ലോങ്ങിൽ ഇങ്ങനെ ഇരിക്കുന്നത് കാണിക്കും, എന്നിട്ട് എന്തെങ്കിലും കത്തിക്കുക എന്തെങ്കിലും ചെയ്യും, എന്നിട്ട് ഞാൻ പോയി ഓഫാക്കും. പിന്നെ അത് നമ്മൾ കാണിക്കുമ്പോൾ ആദ്യം ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് പിന്നെ അടുത്തത് പിന്നെ കാണിക്കുമ്പോൾ സൂം ചെയ്തിട്ടുള്ളതായിരിക്കും കാണിക്കുക. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ആളുകൾ കാണുന്നവർക്ക് തോന്നും ചിലപ്പോൾ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളൊരു സംശയം ഉണ്ടാവും. പക്ഷേ ഞാൻ ചെയ്യണത് ഇങ്ങനെയാണ് കേട്ടോ. അതായത് നമ്മൾ ആദ്യം കൊണ്ടുപോയി വെക്കും, എന്നിട്ട് ഇവിടെ ഓരോന്ന് ചെയ്യും, പിന്നെ ഞാൻ പോയി കട്ട് ചെയ്യും, പിന്നെ ചിലപ്പോൾ അത് കുറച്ച് സൂമിങ്ങിലിട്ടിട്ട് പിന്നെയും വന്നിരിക്കും, ചിലപ്പോൾ അതേ പൊസിഷനിൽ തന്നെ വന്നിരിക്കും. പിന്നെ നമ്മൾ ഉള്ളി അരിയുകയാണെങ്കിൽ ആദ്യം ഇങ്ങനെ ലോങ്ങിലായിരിക്കും ചിലപ്പോൾ എടുക്കുക, കടകടാന്ന് അരിയുന്നതായിരിക്കും. എന്നിട്ട് അത് കട്ട് ചെയ്തിട്ട് ക്യാമറ ഇവിടെ കൊണ്ടുവന്നിട്ട് അടുത്ത് വെച്ചിട്ട് ഇങ്ങനെ കടകടാന്ന് അരിയും. അങ്ങനെയാണ് എൻ്റെ ഷൂട്ടിങ്ങിൻ്റെ ഒരു സംവിധാനം. അപ്പോൾ കഴിഞ്ഞ കമൻറ്റിൽ പിന്നെ അരവിന്ദേട്ടൻ ചോദിച്ചിരുന്നു അതെങ്ങനെയാണെന്ന്. അപ്പോൾ ഞാനതൊന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് പറയാം കേട്ടോ. പിന്നെ നമ്മുടെ ഒരു സുഹൃത്തേ അബ്ദുൽ അസീസ് എന്ന് പറഞ്ഞിട്ടൊരു സുഹൃത്ത് നമുക്ക് കമൻറ്റ് ചെയ്യണതാണ്. പിന്നെ പുള്ളി എപ്പോഴും പറയാറുണ്ട് പ്ലേറ്റ് ഒരെണ്ണം കയ്യിൽ കരുതണം എന്ന് എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പ്ലേറ്റ് എടുത്ത് വെച്ചതാണ്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എടുത്ത് വെച്ചതാണ്, മറന്നുപോയി. എന്താ വെച്ചാൽ ഇന്നും പുള്ളി ഈ വീഡിയോ കാണും, അപ്പോൾ എന്നെ കൂടുതൽ ഇനി എന്തെങ്കിലും പറയുന്ന വിചാരിച്ചിട്ടാണ് ഞാനത് ഓപ്പണായിട്ട് പറയുന്നത് കേട്ടോ. എന്താ വെച്ചാൽ ഞാൻ പ്ലേറ്റ് എടുത്ത് വെച്ചു, ഒരു പ്ലേറ്റ് ഞാൻ എല്ലാം സെറ്റാക്കി എടുത്ത് വെച്ചു. പക്ഷേ അത് എടുത്ത് ബാഗും ഇതുമൊക്കെ സെറ്റിയുടെ മേളിൽ ഇങ്ങോട്ട് വരാൻ നേരം സെറ്റിയുടെ മേളിൽ വെച്ചു. പക്ഷേ ആ പ്ലേറ്റ് മാത്രം എടുത്തില്ല, ആ പ്ലേറ്റിൻ്റെ ഓർമ്മയില്ലാത്തതുകൊണ്ട് അത് മാത്രം എടുത്തില്ല. ഞാനിപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് പ്ലേറ്റ് എടുത്തില്ലല്ലോ എന്ന് ഓർത്തത്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ തൊട്ട് എൻ്റെ കയ്യിൽ പ്ലേറ്റ് ഗ്ലാസ് എല്ലാ സാധനവും ഉണ്ടാവും. അപ്പോൾ എന്തായാലും പുള്ളി ഈ വീഡിയോ കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. എന്തായാലും അടുത്ത വീഡിയോയിൽ എന്തായാലും ഞാൻ പ്ലേറ്റും കൊണ്ട് വരുള്ളൂ കേട്ടോ. നമ്മുടെ ചിക്കന് ഒരു 5 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ സെറ്റാവും കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. പിന്നെ നമ്മുടെ ഇതേപോലെ കമൻറ്റ് ചെയ്യണ ധന്യ എന്ന് പറഞ്ഞിട്ടൊരു അക്കൗണ്ടിൽ നിന്ന് പിന്നെ ഹരിനന്ദൻ എന്ന് പറഞ്ഞിട്ടൊരു 10ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിയാണ്. പിന്നെ കണ്ണൂരാണ് സ്ഥലം. എല്ലാ വീഡിയോയ്ക്കും കമൻറ്റ് ചെയ്യുന്ന കേട്ടോ. പുള്ളി ഒരു ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ഹായ് ഞാൻ പറഞ്ഞു കേട്ടോ. എനിക്കിങ്ങനെയൊന്നും പറയാൻ അറിയില്ല, പക്ഷേ ഞാൻ ആ കമൻറ്റ് നമ്മൾക്ക് എപ്പോഴും കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ഒരുപാട് പേരുണ്ട്. ഞാൻ പറഞ്ഞില്ലേ അവരൊക്കെ ആ പേരും ലിസ്റ്റൊക്കെ വെച്ചിട്ട് നമുക്കൊരു വീഡിയോ ചെയ്യണം, അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. അപ്പോൾ ആ കമൻറ്റുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്യണം. പിന്നെ കുറേ പേരെ എനിക്ക് അറിയാം കേട്ടോ, ഒരുപാട് പേരെ എനിക്ക് ഓർത്തിരിക്കാൻ പറ്റും. പക്ഷെ കുറച്ച് പേരെ ഓർത്തിരിക്കാൻ പേര് എല്ലാവരും അങ്ങോട്ട് കറക്റ്റ് ഓർമ്മ കിട്ടില്ല. അതങ്ങനെയാണല്ലോ. അപ്പോൾ വേറെ ഒന്നുകൊണ്ടല്ല, പക്ഷേ എനിക്ക് കറക്റ്റ് അങ്ങോട്ട് പേര് ഓർമ്മ കിട്ടില്ല. അപ്പോൾ എന്തായാലും എല്ലാവരും വെച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്തായാലും നമ്മളെ ചിക്കനായാൽ ഒന്ന് കഴിക്കായിരുന്നു അല്ലേ. നമ്മുടെ ചിക്കൻ ഏകദേശമൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ. നമുക്ക് അഴിച്ചു നോക്കിയാലോ. ഈ കമ്പ് അവിടെ വെച്ചിട്ട് എന്തായാലും അഴിച്ചു നോക്കാൻ പോവാണ്. നമ്മളിപ്പോൾ അരമണിക്കൂറായി വെച്ചിട്ട് ഇനിയിപ്പോൾ അത് വെന്തിട്ടില്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഒന്നുകൂടി വെക്കേണ്ടി വരും. നോക്കാമല്ലേ. അയ്യോ,
വെന്തു, പക്ഷേ ഇത് ശരിക്കും ചിക്കൻ പുഴുങ്ങിയത് പോലെ. നമുക്ക് കാര്യം ചെയ്താലോ, ഈ പേപ്പർ മാറ്റിയിട്ട് ഗ്രില്ലിനകത്ത് ഒന്നുകൂടി വെച്ച് നോക്കാം അല്ലേ, ഈ ഉള്ള ചൂടിൽ വെറുതെ. സംഭവം വെന്തിട്ടുണ്ട്, പക്ഷെ ഒന്നുകൂടി ഒന്ന് കനലാകുമ്പോൾ ഒന്നുകൂടി ഡ്രൈ ആവുമല്ലോ. അങ്ങനെ ആവട്ടെ അല്ലേ, ഒരു 2-3 മിനിറ്റ്, ഒരു 5 മിനിറ്റ് ഇരുന്നോട്ടെ അല്ലേ. സംഭവം കുഴപ്പമൊന്നുമില്ല, വെന്തു കേട്ടോ. ഒന്നും ഉണങ്ങി, ഇത് മതിയോ? അപ്പോൾ നമ്മുടെ ചിക്കൻ ആയി, ഇത് മതിയില്ലേ? എന്തായാലും ഇത് മതി. നമുക്കേ വിശക്കുന്നുമുണ്ട്, വേറൊന്നും തിന്നാനുമില്ല. ചിക്കൻ്റെ കാലം തിന്ന് കിടക്കേണ്ടി വരും. നമുക്കെന്തായാലും കുറച്ച് വിറകും കൂടി ഉണ്ട്, അതുകൂടിയും കത്തിച്ചാൽ ചിക്കൻ അപ്പോൾ ഈ സൈഡിലിരിക്കട്ടെ. നമ്മൾ നമ്മുടെ ഫേവറേറ്റ് ഉണ്ടാക്കാൻ പോവാം കേട്ടോ. എന്തായാലും തീ കത്തിക്കുകയാണ്, അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇതങ്ങ് ആയിക്കോളും. ഇവാ അടിപൊളി. അപ്പോൾ നമ്മുടെ കാപ്പി റെഡിയായി. അപ്പോൾ നമ്മുടെ ചിക്കൻ എടുക്കുക, ഇങ്ങനെ തുറക്കുക, ഇവിടെ വെക്കുക. ഒന്ന് നോക്കട്ടെ കേട്ടോ. കുഴപ്പമില്ല, സെറ്റാണ്. ചിക്കൻ നല്ല സെറ്റായി അടിപൊളിയായിട്ട് വെന്തു കേട്ടോ. വേവും ചെയ്ത് നല്ല ടേസ്റ്റും ഉണ്ട്. അയ്യോ, അയ്യോ സെറ്റ്. തണുപ്പായിട്ടില്ല, കുറച്ചുകൂടി കഴിഞ്ഞാൽ തണുപ്പാവും. ചെറിയ തണുപ്പായിട്ടോ, നമ്മൾ ഈ തീൻ്റെ അടുത്ത് ഇരിക്കുന്നതുകൊണ്ട് അങ്ങനെ അറിയുന്നില്ല.
അപ്പോൾ എന്തായാലും നമ്മുടെ എല്ല് ഈ അടുപ്പിനകത്ത് വെക്കിടാം അല്ലേ, കത്തിപ്പോയിക്കോളും. എന്തായാലും നമ്മൾ തീ കത്തിക്കണ്ടേ. ഇത് കത്തിക്കോളൂ അല്ലേ. നമുക്ക് നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്തൊന്ന് ഒതുക്കി പൊറുക്കി വെക്കാം. നമ്മുടെ വിറക് നല്ലോണം കത്തുണ്ട് കേട്ടോ, വിചാരിച്ച പോലെയല്ല. ഭാഗ്യമാണ് ഈ മലേൻ്റെ മുകളിൽ ഇത്ര വിറക് കിട്ടിയത് കേട്ടോ. ഞാൻ അങ്ങ് പോയി, ആ സൈഡിൽ പോയി. അല്ലെങ്കിൽ എന്താ വെച്ചാൽ സാധാരണ ഇതിൻ്റെ മുകളിലൊന്നും ഉണ്ടാവില്ല. ഇത് 2-3 മരം അവിടെ ഉണങ്ങി അങ്ങനെ കിടന്നത് ഞാൻ പൊട്ടിച്ചെടുത്തുകൊണ്ട് വന്നതാണ്. ഇപ്പോൾ വലിയ തണുപ്പില്ല, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ തണുപ്പ് വരും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. ഇനിയിപ്പോൾ അങ്ങനെ കിടന്നാൽ മതി. തീ എന്തായാലും കുറച്ചുകൂടി വിറകുണ്ട്, തീ ഇങ്ങനെ കിടന്നോട്ടല്ലേ. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തീ പിടിക്കുകയൊന്നുമില്ല. ഇപ്പോൾ ഇന്നലെ മഴ പെയ്തു, അങ്ങനെ കുറച്ച് നനവൊക്കെ ഉണ്ട് താഴെ, അതുകൊണ്ട് തീ പടർന്ന് പിടിക്കുമെന്നുള്ള പേടിയൊന്നുമില്ല. അപ്പോൾ എന്തായാലും തീ ഇങ്ങനെ കുറേശ്ശെ കത്തിക്കോട്ടെ. എന്തായാലും നമ്മൾ കൂട്ടിലോട്ട് കയറാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമുക്കിനി എന്തായാലും കയറി കിടക്കാം അല്ലേ. ഈച്ച ഒക്കെ തുടങ്ങി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം. പിന്നെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ലല്ലോ, ഇനിയിപ്പോൾ കിടന്നാൽ മതി. പിന്നെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാം ചെയ്യണം കേട്ടോ. പിന്നെ കമൻറ്റ് എല്ലാവരും ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യണം കേട്ടോ. ആ കമൻറ്റാണ് നമുക്ക്, അതായത് ഈ കമൻറ്റിന് റിപ്ലൈ ഞാൻ എപ്പോഴാണ് തരണമെന്ന് വെച്ചാൽ രാത്രി ഒരു നമ്മളെല്ലാം ഇതൊക്കെ കഴിഞ്ഞ് ഒരു 10 മണി 9 മണി 10 മണി 11 മണി ആ ഒരു ടൈമിലാണ് ഞാൻ ഈ കമൻറ്റിനെല്ലാം റിപ്ലൈ തരുന്നത്. എന്താ വെച്ചാൽ ആ സമയത്ത് നമ്മളൊന്ന് ഫ്രീ ആവുള്ളൂ. എന്ന് വെച്ചാൽ ആ ഒരു ടൈമിലാണ് നമ്മൾ മൊത്തത്തിൽ ഞാനൊന്ന് ഫ്രീ ആവണത് ആ സമയത്താണ്. പിന്നെ വാട്സപ്പിൽ അതുപോലെ 1-2 സുഹൃത്തുക്കൾ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു. ഞാൻ ആ മെസ്സേജ് ഇന്നലെയാണ് കണ്ടത്. പിന്നെ അല്ലാതെ കാണാത്ത വേറെ ഒന്നുമല്ല, വാട്സപ്പൊന്നും ഞാൻ അങ്ങനെ അങ്ങ് കൂടുതൽ ഉപയോഗിക്കുന്ന ആളല്ല. അങ്ങനെ ആരും പ്രത്യേകിച്ച് മെസ്സേജ് അയക്കാനും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിന് എനിക്ക് വീണ്ടും പുള്ളി കമൻറ്റ് ചെയ്തിരുന്നു,
വാട്സപ്പിൽ മെസ്സേജ് നോക്കിയില്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഞാനതിന് റിപ്ലൈ പിന്നീട് കൊടുത്തു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് വാട്സപ്പിലൊക്കെ മെസ്സേജ് ചെയ്താലും ഞാൻ റിപ്ലൈ തരും, അത് കുറച്ച് ലേറ്റ് ആയാലും ഞാൻ തരും കേട്ടോ. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മളെ ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തുന്നത്. അപ്പോൾ നല്ല നല്ല വീഡിയോസ് ഇനിയും ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയുള്ളൂ, ഇനി കിടക്കാമല്ലേ. പിന്നൊരു കാര്യം, നമ്മൾ കഴിഞ്ഞ വട്ടം ഇടുക്കി മൂന്നാർ പോകുന്ന കാര്യം പറഞ്ഞിരുന്നു. നമുക്കത് ശരിയായില്ല കേട്ടോ. ഞാനന്നും പറഞ്ഞിരുന്നു കൺഫേം അല്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ പോവും, അത് നമുക്ക് അവിടെ നമ്മളൊരു ഫ്രണ്ട് ഉണ്ട്, പക്ഷേ പുള്ളിക്ക് ഒന്നും ഫ്രീ ആയിട്ടില്ല. പുള്ളി ഫ്രീ ആയാൽ നമുക്ക് പോകാൻ പറ്റുള്ളൂ. എന്താ വെച്ചാൽ നമുക്ക് വേറെ പ്രത്യേകിച്ച് പരിചയമൊന്നുമില്ലല്ലോ അവിടെ. ഇപ്പോൾ ഏത് നാട്ടിലായാലും നമുക്ക് പരിചയമൊന്നുമില്ല. പിന്നെ നമ്മളെ ഈ ഒരു നാട് പോലെ ഓടിച്ചെന്ന് കയറി ക്യാമ്പ് ചെയ്യാനൊന്നും ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. ഓരോരോ നാടുകളല്ലേ, പിന്നെ ആ നാട്ടിനെക്കുറിച്ച് നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ ഏതെങ്കിലും ഒരു പരിചയക്കാർ ഒരാളുണ്ട്, നമ്മുടെ ഫ്രണ്ട് ഉണ്ട്, പക്ഷേ പുള്ളിക്ക് ഫ്രീ അല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ പുള്ളി ഫ്രീ ആയിട്ട് നമുക്ക് എന്തായാലും പോകണം. എല്ലായിടത്തും ക്യാമ്പ് ചെയ്യണം. എല്ലാ നാട്ടിലും പോയി നമ്മളെ സബ്സ്ക്രൈബേഴ്സൊക്കെ നമുക്ക് കമൻറ്റ് ചെയ്യുന്നവരൊക്കെ ഓരോരുത്തർ ചോദിക്കുന്നുണ്ട് ക്യാമ്പ് ചെയ്യാൻ വരട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. വന്നാൽ എനിക്ക് സന്തോഷമുള്ളൂ കേട്ടോ. ഞാൻ വരും. നിങ്ങൾ എവിടേക്കാണ് എന്നെ വിളിക്കണമെന്ന് വെച്ചാൽ ഞാൻ വരും. ഞാനിപ്പോൾ ഉള്ളത് വയനാട്ടിലാണ്. ഇനി എവിടെ നിങ്ങൾ ക്യാമ്പ് ചെയ്യാൻ വിളിച്ചാലും ഞാൻ റെഡിയാണ്, ഞാൻ വരും. അതിനകത്തൊന്നും ഒരു മടിയില്ലാത്ത ആളാണ്. എന്ന് വെച്ചാൽ ഇതിനായിട്ട് നടക്കുകയല്ലേ, അപ്പോൾ പിന്നെ അതിൻ്റെ മടി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം. അപ്പോൾ ഞാനെന്നാൽ കിടക്കട്ടെ. ഓക്കെ, ഗുഡ് നൈറ്റ് കേട്ടോ. എല്ലാവരും കമൻറ്റ് ചെയ്യും. ഓക്കെ, തീ കുഴപ്പമില്ലാന്ന് വിചാരിക്കാം അല്ലേ. അങ്ങനെ ഇരിക്കട്ടെ. ഒന്നുകൂടി കത്തിക്കണോ? വേണ്ട അല്ലേ. അപ്പോൾ എന്തായാലും ഗുഡ് നൈറ്റ് കേട്ടോ.